ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്സ് ആണ്. ചിക്കൻ ഗോൾഡ് കോയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമുക്ക് ഇഫ്താറിന് സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്സ് ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിൽ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചെറിയ രീതിയിലൊന്ന് അടിച്ചാൽ മതിയാകും. ദാണ്ടേ ഇതുപോലെ. അതിനെ മറ്റൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൻ്റെയൊക്കെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില, മല്ലിയില ഇതുപോലുള്ളത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി കുറച്ച് മുളക് പൊടി ചെറിയ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തന്നെ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്താൽ മതിയാകും. ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുക്കാം. ഇതിന് ഇതുപോലുള്ള ചെറിയ അടപ്പിൻ്റെ ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പോ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ഇതുപോലെ കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ കട്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് എടുക്കുക. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. അടുത്തതായി ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ടിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡ് പീസും എടുത്ത് ഇതുപോലെ മുട്ടയിൽ ഒരു ഭാഗം ഒന്ന് മുക്കിയെടുക്കുക. ഇതുപോലെ. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ കൂട്ടിൽ നിന്ന് കുറച്ച് ഒരു ചെറിയ ഷേപ്പാക്കി ഇതിൻ്റെ മീതെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ പരത്തി ഇതുമായിട്ട് യോജിപ്പിച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഇത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുട്ട മിക്സിലോട്ട് ഒരിക്കൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ള എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മീതെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് കമത്തി വേണം ഇട്ട് കൊടുക്കാൻ. നമ്മുടെ എള്ളൊക്കെ നിറച്ച നമ്മുടെ ചിക്കൻ കൂട്ടൊക്കെ ഉള്ള ആ ഭാഗം മുരിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ കമത്തി വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ചിക്കൻ ഗോൾഡ് കോയിൻ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നോമ്പ് കാലങ്ങളിൽ വളരെ നല്ല ഒരു സ്നാക്സ് ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഓണാക്കി ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.